പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉടൻ തന്നെ ഉണ്ടാകും. യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന വിവരവും വരുന്നു. വിനിത വിജയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, നേരത്തെ ലോക്സഭയും രാജ്യസഭയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. നിലവിലെ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംയുക്ത എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ചേർത്തുള്ള യോഗത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തൃണമൂൽ വിട്ടുനിൽക്കാൻ കാരണമായി പറയുന്നത് എന്താണ്? സുഹൈൽ, അല്പസമയത്തിനകം തന്നെ സർവകക്ഷി യോഗം ആരംഭിക്കും. ഈ യോഗത്തിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത്. നിലവിൽ പാർലമെന്റ് നടക്കുന്നതിനാൽ തന്നെ പാർലമെന്റിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതെന്നും പാർലമെന്റ് ഉള്ള ഘട്ടത്തിൽ ഒരു കോൺഫറൻസ് റൂമിലേക്ക് ഒരു യോഗം വിളിച്ച് ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടോ എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധി, ഈ ഊർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിനോടകം നമ്മൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, പശ്ചിമേഷ്യൻ സംഘർഷം അത് എങ്ങനെയൊക്കെ രാജ്യത്തെ ബാധിച്ചു അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പകരം രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുന്നത്. കിരൺ റിജിജു, എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ പെട്രോളിയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കും. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വിശദീകരണം നൽകണമെന്നൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് പാർലമെന്റിലേക്കടക്കം ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും പിന്നാലെ ഇതാ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് ഇപ്പോൾ TMC വിട്ടുനിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.